നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നതാ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് കോട്ടൺ തുണി സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് 2 പീസ്. ഈ 2 പീസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ നീളവും വീതിയും 17 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു പീസ് തുണി നീളത്തിൽ 2ആയിട്ട് മടക്കാം. മടക്കിയതിന് ശേഷം നമുക്ക് ഇതിന് നിവർത്തിയിട്ട് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് അവിടുന്ന് 2 സൈഡിലേക്കും 3 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് തുണി കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ്. ഇനി ഹാൻഡിലിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 27 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 1 ഇഞ്ചിലുമാണ്. ഇനി ഇതിൽ നിന്ന് ഒരു ഹാൻഡിൽ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഹാൻഡിലിൻ്റെ ഒരറ്റം നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. ക്ലിപ്പ് ചെയ്യാം. ഹാൻഡിലിൻ്റെ അടുത്തൊരറ്റം അടുത്ത സൈഡിൽ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് കൊടുത്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഹാൻഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു രീതിക്ക് തന്നെ അടുത്തൊരു പീസിൽ നമ്മൾ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു തുണിയുടെ മുകളിലേക്കായിട്ട് അടുത്തൊരു തുണി എടുത്തിട്ട് ദാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നല്ല വശം ഉള്ളിലേക്ക് എന്ന രീതിയിലാണ് ഉള്ളത്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് 3 അരിക് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോർണർ ഭാഗത്തു നിന്നായിട്ട് നമ്മളിതാ 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്ത ഭാഗത്തായിട്ടൊരു ബോക്സ് പോലെ മാർക്ക് ചെയ്യണം. ദാ ഇങ്ങനെ. ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്ത കോർണർ ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 2 കോർണർ ഭാഗത്തുനിന്നുമായിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കോർണർ ഭാഗത്തു നിന്നായിട്ട് തുണി ഇതുപോലെ പിടിക്കുക. എന്നിട്ട് അരിക് ഭാഗം ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു കോർണർ ഭാഗത്തും തുണി ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ട് അവിടെ നമ്മൾ 2 അരിക് ഭാഗവും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെയാണുള്ളത്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി 17 ഇഞ്ചും നീളം എടുത്തിട്ടുള്ളത് 34 ഇഞ്ചിലാണ്. ഇത് നമുക്ക് 2 മടക്കായിട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ തുണി. ഇനി ഇത് 2ആയിട്ട് മടക്കിയിട്ട് മോൾ ഭാഗത്തായിട്ട് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തുണി നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് 2 അരിക് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു അരിക് ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് 2 കോർണർ ഭാഗത്തായിട്ട് 2x2 ബോക്സ് പോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം. നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കോർണർ ഭാഗത്തു നിന്നായിട്ട് തുണി ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 ഭാഗത്തും. അതിനുശേഷം മാർക്ക് ചെയ്യുന്ന പോലെ 2 അരിക് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി ആദ്യം നമ്മൾ മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നല്ല ഭാഗം പുറത്തേക്ക് എന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെയുള്ളത്. ഇതിന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത്. ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, അത് ഇതുപോലെ പിടിച്ചിട്ട് ആ ഒരു ഉൾഭാഗത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് മുകളിലെ ആ ഒരു അരിക് ഭാഗം ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗത്തായിട്ട് നമ്മളൊരു ഓപ്പൺ ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തൂടെ ആയിട്ട് ഈ ബാഗിൻ്റെ നല്ല വശം ഇങ്ങനെ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെയുള്ളത്. ഇനി നമ്മൾ ലൈനിങ് തുണിയിൽ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ ഇതുപോലെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇതാ ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി മോൾ ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് 2 ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് ഈ ഒരു ബാഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കിത് ബാഗായിട്ടോ സഞ്ചിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും കാണാം. പക്ഷേ തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബാഗാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ ഈ വീഡിയോസിനൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.